ഏതൊരു യുദ്ധവും അവസാനിക്കുന്നത് വൻ നാശനഷ്ടത്തിലാണ്. ഇറാൻ യുദ്ധവും അങ്ങനെ തന്നെയാകും. പക്ഷേ ഇന്ത്യക്ക് ഇറാൻ യുദ്ധം തുറന്നു വെച്ചത് വലിയൊരു തിരിച്ചറിവാണ്. ഊർജ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് അത് നൽകാനായില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്ന പാഠം. പെട്രോളിനും ഡീസലിനും മറ്റും പല മാർഗങ്ങളിൽ കൂടി പരിഹാരം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നുവെങ്കിലും LPG, LNG എന്നിവയുടെ കാര്യം അങ്ങനെയല്ല. ആവശ്യത്തിന് LPG സിലിണ്ടറുകൾ സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുമ്പോഴും രാജ്യമെങ്ങും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടഞ്ഞുകിടക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം മൂലമുണ്ടായ ഊർജ തടസ്സം ഇറക്കുമതി ചെയ്യുന്ന വാതകത്തെ ഇന്ത്യ ആശ്രയിക്കുന്നതിന്റെ ഫലമാണ്. എന്നാൽ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഇന്ത്യയെ ബാധിക്കാതിരിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ് കേന്ദ്ര സർക്കാർ. LPG, LNG സംഭരണവും വിതരണവുമായി ബന്ധപ്പെട്ട് ചില നിർണായക സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. LPGയിൽ നിന്ന് പൈപ്പ് ചെയ്ത പ്രകൃതിവാതകത്തിലേക്ക്, അതായത് PNGയിലേക്ക് മാറുന്നത് നിർബന്ധിതമാക്കുന്ന നയമാണ് ഇതിൽ പ്രധാനം. ദശലക്ഷക്കണക്കിന് വീടുകളിൽ പാചകം ചെയ്യുന്ന രീതി മാറ്റിയേക്കാവുന്ന ഒരു നയം മാറ്റമാണ് ഇത്. PNG ലഭ്യമായ പ്രദേശങ്ങളിൽ LPGയിൽ നിന്ന് പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതകത്തിലേക്ക് മാറാൻ സർക്കാർ നിർബന്ധിതമാക്കുകയാണ്. മാർച്ച് 24-ന് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങൾക്ക് PNGയിലേക്ക് മാറാൻ 3 മാസത്തെ സമയം ലഭിക്കും. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവരുടെ LPG വിതരണം നിർത്തലാക്കപ്പെടും. അതായത് നിങ്ങളുടെ വീട്ടിനടുത്ത് ഗ്യാസ് പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് എങ്കിൽ കണക്ഷൻ എടുത്തേ പറ്റൂ. ഇല്ല എങ്കിൽ LPG സിലിണ്ടറും കിട്ടില്ല എന്നർത്ഥം. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ LPG പ്രതിസന്ധി രൂക്ഷമാകുന്നത് മുൻനിർത്തിയാണ് PNG വിതരണ ശൃംഖല വിപുലമാക്കാനുള്ള നീക്കം. ലഭ്യമായിട്ടും PNG എടുക്കാതിരുന്നാൽ അത്തരം വീടുകളിലേക്കുള്ള LPG വിതരണം 3 മാസം കഴിയുമ്പോൾ നിർത്തലാക്കുമെന്നാണ് പെട്രോളിയം മന്ത്രാലയം ഉത്തരവിൽ പറയുന്നത്. സർക്കാർ വിജ്ഞാപനം നിശബ്ദമായി എന്നാൽ വ്യക്തമായി ഒരു വലിയ ഭൗമരാഷ്ട്രീയ ഊർജ പ്രതിസന്ധിയെ അംഗീകരിക്കുന്നു എന്ന് കാണാം. ഗൾഫ് മേഖലയിലെ ദ്രവീകരണ സൗകര്യങ്ങൾ തകരാറിലാകുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. അതായത് കപ്പലുകൾക്ക് കടന്നുപോകാൻ കഴിഞ്ഞാലും കയറ്റുമതിക്കായി വാതകം സംസ്കരിക്കുന്നത് കുറവാണ് എന്നർത്ഥം. ഇത് ഇന്ത്യയിൽ LPGക്കും പ്രകൃതിവാതകത്തിനും ഗുരുതരമായ വിതരണ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് വളരെ കാലം നിലനിൽക്കുമെന്നും ആശങ്കയുണ്ട്. ലളിതമായി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇന്ത്യയുടെ ഗ്യാസ് വിതരണം തടസ്സപ്പെട്ടു. കൂടുതൽ ആഭ്യന്തര പൈപ്പ് ലൈൻ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് സാധാരണ പൗരന്മാർക്ക് എന്താണ് ഗുണം? പുതിയ ഉത്തരവ് പ്രകാരം നിങ്ങളുടെ പ്രദേശത്ത് പൈപ്പുകൾ സ്ഥാപിക്കുന്നതിൽ നിന്ന് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ കമ്പനിയെ ഇനി തടയാൻ നിങ്ങളുടെ ഹൗസിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കഴിയില്ല. ഇതോടെ പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതകം, അതായത് PNG കണക്ഷനുകൾ കൂടുതൽ വീടുകളിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയെ ഈ നീക്കം ത്വരിതപ്പെടുത്തും. ഗൾഫ് പ്രതിസന്ധി ഇന്ത്യയെ പാചക ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാതിരിക്കാൻ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ നീക്കത്തിലൂടെ സർക്കാർ ശ്രമിക്കുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റിലെ വിതരണ ആഘാതങ്ങൾക്ക് ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്ന അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള ഒരു നീക്കം കൂടിയാണ് ഇത്. ഇന്ത്യ അതിന്റെ ഊർജ ആവശ്യങ്ങളുടെ വലിയൊരു പങ്കും ഇറക്കുമതി ചെയ്യുകയാണ്. ഹോർമുസ് ഉപരോധം ആ ആശ്രയത്വം എത്രത്തോളം ദുർബലമാണ് എന്ന് തുറന്നുകാട്ടി. പൈപ്പ്ഡ് ഗ്യാസിലേക്ക് മാറുന്നതിനെ കുറിച്ചുള്ള ഉത്തരവിൽ സർക്കാർ പറയുന്നത്, നമുക്ക് ആഭ്യന്തര വാതക വിതരണ അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി നിർമ്മിക്കേണ്ടതുണ്ട്. അത് സാധ്യമാക്കാൻ ചുവപ്പ് നാട മുറിക്കുന്നു എന്നാണ്. അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് സർക്കാർ PNG ശൃംഖല നിർമ്മിക്കുന്നു എന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. നിലവിലെ പ്രതിസന്ധി തെളിയിച്ചിരിക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലിൽ സഞ്ചരിക്കുന്ന LPGയെ ആശ്രയിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തേതുപോലുള്ള ഒരു തടസ്സമുണ്ടായാൽ ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പാചക ഇന്ധനം ലഭിക്കാതെ വരുമെന്നാണ്. ആഭ്യന്തരമായി കണ്ടെത്തിയ വാതക പ്ലാന്റുകൾ, വ്യത്യസ്ത ഇറക്കുമതി ടെർമിനലുകൾ, വ്യത്യസ്ത രാജ്യങ്ങൾ എന്നിങ്ങനെ ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വാതകം എത്തിക്കാൻ കഴിയുന്ന ഒരു പൈപ്പ് ലൈൻ ശൃംഖല എന്നതാണ് ഇതിന് പരിഹാരം. രണ്ടാമത്, PNG ഉപഭോക്താക്കൾക്ക് വില കുറഞ്ഞ ഒരു ഓപ്ഷനാണ്. LPGയിൽ സിലിണ്ടറുകൾ, ട്രക്കുകൾ, ബോട്ട്ലിംഗ് പ്ലാന്റുകൾ, ഡീലർമാർ എന്നിവ ഉൾപ്പെടുന്നു. ഓരോന്നിനും ചെലവ് വർദ്ധിക്കുന്നു. PNG ആകട്ടെ, പൈപ്പ് നിങ്ങളുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ വിതരണ ശൃംഖല വളരെ ചെറുതാകുന്നു. ഡൽഹി, മുംബൈ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ പല വീടുകളും മാർക്കറ്റ് നിരക്കിലുള്ള
LPGയെ അപേക്ഷിച്ച് 30 മുതൽ 40% വരെ കുറവാണ് PNGക്ക്. മൂന്നാമത്, സിലിണ്ടറുകൾ ഡെലിവറി ചെയ്യാൻ ഇനി കാത്തിരിക്കേണ്ടതില്ല. പാചകം ചെയ്യുമ്പോൾ ഗ്യാസ് തീർന്നു പോകില്ല. നിങ്ങളുടെ അടുക്കളയിൽ പ്രഷറൈസ്ഡ് സിലിണ്ടറുകൾ സൂക്ഷിക്കേണ്ടതില്ലാത്തതിനാൽ സൗകര്യവും സുരക്ഷയും ഒരുപോലെയുണ്ട്. നാലാമത്, ഉജ്ജ്വല പദ്ധതി പ്രകാരം കോടിക്കണക്കിന് വീടുകൾക്ക് സർക്കാർ LPG സബ്സിഡി നൽകുകയും ഗാർഹിക സിലിണ്ടറുകളുടെ വില നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനാൽ പൈപ്പ് ഗ്യാസ് വരുന്നത് LPG സബ്സിഡി ഭാരം കുറയ്ക്കും. ആളുകളെ PNGയിലേക്ക് മാറ്റുന്നതിലൂടെ കാലക്രമേണ ഈ സാമ്പത്തിക ഭാരവും കുറയ്ക്കാം. പ്രകൃതിവാതകം LPGയേക്കാൾ ശുദ്ധമായ ജ്വലന ഇന്ധനമാണ് എന്നത് മറ്റൊരു നേട്ടമാണ്. കൽക്കരി, വിറക് എന്നിവയേക്കാൾ പ്രകൃതിക്ക് നല്ലത് PNG ആണ്. മലിനീകരണം കുറയ്ക്കുക എന്ന ഇന്ത്യയുടെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗം കൂടിയാണ് PNG വികസിപ്പിക്കൽ. മറ്റൊരു ചോദ്യം, PNG വന്നാൽ ഇന്ത്യ ഗൾഫ് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമോ എന്നതാണ്. ഉത്തരം അതെ എന്ന് തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ്. ആഭ്യന്തര വാതക പാടങ്ങളിൽ നിന്ന് PNG ശൃംഖലകളിലേക്ക് വാതകം എത്തിക്കാൻ കഴിയും. കൂടുതൽ പൈപ്പ് ലൈൻ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ആഭ്യന്തര പര്യവേക്ഷണത്തിനും ഉൽപാദനത്തിനും പ്രോത്സാഹനം നൽകുന്നു. ഗൾഫ് ഇതര സ്രോതസ്സുകളായ അമേരിക്ക, അതായത് സബൈൻ പാസ്, ഫ്രീ പോർട്ട് ടെർമിനലുകളിൽ നിന്നുള്ള അമേരിക്കൻ LNG, ഓസ്ട്രേലിയയിലെ ഗോർഗൺ ഇക്തിസ്, റഷ്യയിലെ ആർട്ടിക് LNG, മൊസാംബിക് എന്നിവയുമായി ഇന്ത്യ സജീവമായി ഗ്യാസ് വിതരണ കരാറുകൾ പിന്തുടരുന്നുണ്ട്. ശക്തമായ പൈപ്പ് ലൈൻ ഗ്രിഡ് എന്നതിനർത്ഥം ഗൾഫ് സ്രോതസ്സുകളിൽ നിന്ന് മാത്രമല്ല, ഏത് ഇറക്കുമതി ടെർമിനലിൽ നിന്നും ഗ്യാസ് എത്തിക്കാൻ കഴിയുമെന്നാണ്. LPG സിലിണ്ടറുകളിൽ നിന്ന് നേരിട്ട് മാറുന്നത് സൗദി അറേബ്യയുടെയും UAEയുടെയും LPG കാർഗോ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. PNG പല വലിയ നഗരങ്ങളിലും വ്യാപകമാണ്. അതേ നഗരങ്ങളിൽ LPGയും വലിയ അളവിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നത് വസ്തുതയാണ്. അത് പുതിയ പദ്ധതി നേരിടാൻ പോകുന്ന വെല്ലുവിളികളെയും തുറന്നുകാട്ടുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര വാതക ശേഖരം പരിമിതമാണ്. പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായാലും ഇന്ത്യ ഭാവിയിലും വാതക ഇറക്കുമതിക്കാരനായി തുടരും. മാത്രമല്ല, രാജ്യവ്യാപകമായി ഒരു PNG ശൃംഖല നിർമ്മിക്കുന്നതിന് പതിറ്റാണ്ടുകളും വലിയ നിക്ഷേപവും ആവശ്യമാണ്. ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി അഥവാ എല്ലാ വീട്ടിലും എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പുകൾ എത്തിക്കൽ എന്നത് വളരെ സങ്കീർണമാണ്. വാതകം അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ നിന്ന് വന്നാലും അത് കടൽ വഴി LNG ആയി എത്തുന്നു. ഹോർമുസിനേക്കാൾ സങ്കീർണമല്ല എങ്കിലും ഇത് പ്രതിസന്ധികൾ നിറഞ്ഞ കടൽപാതയിലൂടെ വേണം ഇന്ത്യയിലേക്ക് എത്തിക്കാൻ. ഗ്രാമീണ ഇന്ത്യയുടെ പല ഭാഗങ്ങളും വളരെ വലിയ പ്രദേശമാണ്. ഇവിടങ്ങളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലെ ചെലവ് വളരെ കൂടുതലുമാണ്. ആ പ്രദേശങ്ങൾക്ക് LPG സിലിണ്ടറുകൾ വളരെ കാലം അത്യാവശ്യമായി തുടരും. ഇന്ത്യയുടെ വാതക ആവശ്യകത അതിവേഗം വളരുകയാണ്. ആഭ്യന്തര ഉൽപാദനം മെച്ചപ്പെട്ടാലും ശതമാന വിഹിതം മാറിയാലും ഇറക്കുമതി പൂർണ്ണമായി വളരാൻ സാധ്യതയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ വേഗത്തിൽ നിർമ്മിക്കേണ്ടിയിരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ത്വരിതപ്പെടുത്താൻ ഹോർമുസ് പ്രതിസന്ധി നിർബന്ധിതമാക്കി എന്നതാണ് യാഥാർത്ഥ്യം. അതിനിടെ കേരളത്തിലെ LPG ദൗർലഭ്യം പരിഹരിക്കാൻ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുമുണ്ട്. പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനുമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപവൽക്കരിച്ചത്. ഹോട്ടൽ ഉൾപ്പെടെ അർദ്ധ മുൻഗണനാ മേഖലകൾക്ക് പാചകവാതകം ആവശ്യകതയുടെ 40% ലഭ്യമാക്കും. ആശുപത്രികൾ, അംഗനവാടി അടക്കം സ്കൂളുകൾ, ശ്മശാനം, വ്യവസായ ക്യാൻറ്റീൻ, സ്കൂൾ കോളേജ് ഹോസ്റ്റൽ, സമൂഹ അടുക്കള, സുഭിക്ഷ ഹോട്ടൽ, വൃദ്ധസദനം, അനാഥാലയം എന്നിവയാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അർദ്ധ മുൻഗണനാ വിഭാഗത്തിലെ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ക്യാൻറ്റീന്, ഭക്ഷ്യസംസ്കരണ യൂണിറ്റ്, തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന കിച്ചൺ, അതിഥി തൊഴിലാളികൾക്കുള്ള 5 കിലോ LPG തുടങ്ങിയ മേഖലകൾക്കാണ് പ്രത്യേക ഇളവ് നൽകി യഥാർത്ഥ ആവശ്യകതയുടെ 40% ലഭ്യമാക്കുക. LPG വിതരണത്തിൽ അധിക വില ഈടാക്കിയാൽ ഉപഭോക്താക്കൾക്ക് വിളിച്ചറിയിക്കാനുള്ള സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. ദുരുപയോഗം, കരിഞ്ചന്ത എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാലും ഓരോ ജില്ലയിലെയും ഓഫീസർമാരെ അറിയിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഈ ഹോർമുസ് കടലിടുക്ക് ഇന്ത്യക്കായി തുറന്നിടുമെന്ന് ഇറാൻ പറഞ്ഞതാണ്. ഇന്ത്യ അടക്കമുള്ള സൗഹൃദ രാജ്യങ്ങൾക്കായി ഹോർമുസ് കടലിടുക്ക് തുറന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് പ്രസ്താവന ഇറക്കിയത്. ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കം നടത്താമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഉദ്ധരിച്ച് മുംബൈയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇറാൻ എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴി എല്ലാ രാജ്യങ്ങൾക്കും ചരക്ക് നീക്കത്തിനുള്ള അവസരം ഒരുക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ സൗഹൃദ രാജ്യങ്ങൾക്ക് ഹോർമുസിൽ കൂടി കടന്നു പോകാമെന്ന അറിയിപ്പ് വന്നിരിക്കുന്നത്.
അതേസമയം ഈ PNG വഴി ഇന്ത്യ വാതക ദൗർലഭ്യത്തെ നേരിടാൻ ശ്രമിക്കുന്നതിനിടെ ഏകദേശം 20,000 കിലോമീറ്റർ അകലെ നിന്ന് സഹായഹസ്തവുമായി എത്തിയിരിക്കുകയാണ് അർജന്റീന. മെസ്സി വരുമോ ഇല്ലയോ എന്ന തർക്കത്തിനിടെ അർജന്റീനയിൽ നിന്ന് LPG വരും. അത് കൃത്യമാണ്. മെസ്സിയെ എത്തിക്കുന്നത് പോലെയല്ല, LPG ഉറപ്പായും വരും. കാരണം 2026 ആദ്യ പാദത്തിൽ മാത്രം അർജന്റീന ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തത് 50,000 ടൺ LPG ആണ്. 2025 കയറ്റുമതി ചെയ്ത 22,000 ടണ്ണിന്റെ ഇരട്ടിയിലധികമാണ് ഇത്. ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിന് മുൻപ് തന്നെ അർജന്റീനയിലെ ബഹിയ ബ്ലാങ്ക തുറമുഖത്ത് നിന്ന് ഏകദേശം 39,000 ടൺ ഇന്ത്യൻ തീരത്ത് എത്തിയിരുന്നു. മാർച്ച് 5-ന് 11,000 ടൺ കൂടി അയച്ചു. 2024 മുൻപ് അർജന്റീന ഇന്ത്യക്ക് LPG വിതരണം ചെയ്തിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇത് ഉഭയകക്ഷി ഊർജ്ജ ബന്ധങ്ങളിലെ ദൃഢതയുടെ അടയാളമായി കേന്ദ്ര സർക്കാർ ഉയർത്തിക്കാട്ടുന്നു. ഇന്ത്യ ഊർജ്ജ സ്രോതസ് ശൃംഖല 40-ലധികം രാജ്യങ്ങളിലേക്ക് വികസിപ്പിക്കുകയാണ് എന്ന് സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നതാണ്.